എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇതൊന്ന് തുറന്നു പറയാൻ പറ്റാതെ 2 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അറിയോ, ഞാനന്ന് പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു. ഭയങ്കര ഡ്രാമ കയറുന്നു. ഇത് വേണ്ട, കുറച്ചും കൂടെ നാച്ചുറലായിട്ട്. ഞാനൊന്ന് പറഞ്ഞാലും 2 കാര്യം മാത്രം കള്ളമായിരുന്നു, ബാക്കി മുഴുവൻ സത്യമായിരുന്നു. സത്യം. ഹലോ, കിട്ടി കിട്ടി. അയ്യോ, കിട്ടി കിട്ടി. എനിക്ക് പിടിച്ചാ കിട്ടൂല. എടാ, നീ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വേറെ ആരുമല്ലോ അടിച്ചത്, നിന്റെ പെണ്ണല്ലേ. നീ ഒരു കാര്യം ചെയ്യും, കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് അവളുടെ മുഖത്തിനൊന്ന് തിരിച്ചു കൊടുത്തോ. എങ്ങനെയുണ്ട്? അപ്പൊ നിന്റെ പ്രശ്നം തീരില്ലേ? ഞാൻ പുറത്തിരുന്നത് ആലോചിക്കട്ടെ. എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് കേട്ടിട്ടേ ഞാൻ വിടുള്ളൂ. 3-4 ദിവസമല്ല പുറകെ കൂടിയിട്ട്, എന്താ അത്ര വലിയ കാര്യം? ഞാനൊന്ന് പറഞ്ഞില്ലേ, അത് മുഴുവൻ സത്യമോ. അതില് ഒരു കാര്യം മാത്രം നുണയുള്ളൂ. ഓ, സത്യമായിട്ടും 100 വട്ടം നിന്നെ കാത്തു കാത്തേ നിന്നെ, നീ വരുന്ന നേരം വിമോഹം. ആന്റി, ഇതാണ് രാജേഷ്. ഹായ്. വലിയ പാട്ടുകാരനാണെന്നൊക്കെയാ പറയുന്നത്. മോ നാട്ടിലെവിടെയാ? തൃശ്ശൂർ ആന്റി. ഇടയ്ക്കൊക്കെ പോകുമ്പോ ഇതിലെ വരണേ. ഏയ്, പുള്ളി കൂടെ ഇല്ലെങ്കിൽ എ ആർ റഹ്മാൻ പാട്ട് വരില്ല അല്ലേ? ആണോ? ഏ, ഫോൺ അടിക്കുന്നേ. കോഫി ഷോപ്പിൽ കാണാം. ഇനി എന്റെ എല്ലാ 1 മിനിറ്റ്. ഷുഗർ സെപ്പറേറ്റ് ആണോ? യെസ് മാഡം. താങ്ക് യു. ഷുഗർ സെപ്പറേറ്റ് ആണേ. ഓ, എനിക്കതാ ഇഷ്ടം. അത് എന്റെ ഫോൺ മിസ്സായെന്നറിയാം. ചാരു ചാരു
നീ എവിടെയായിരുന്നു? എനിക്ക് കുറച്ച് ബ്രൗസിംഗ് ഉണ്ടായിരുന്നു. ആ ഈയിടെയായിട്ട് കുറച്ച് ബ്രൗസിംഗ് കൂടെ ഉണ്ട് കേട്ടാ. കിട്ടി അവിടെ നമ്പർ കിട്ടിയടാ. എന്താടാ ആരാ ഇവിടെ കിടന്നാലും അറിയാ? രമ്യയുടെ നമ്പർ കിട്ടി. ഓഹോ, ഇപ്പോഴാണ് നമ്പർ കിട്ടുന്നത്. കഷ്ടം. ഇങ്ങനെ ഒരു പെണ്ണിന്റെ പുറകെ ഒരു ഗ്യാരണ്ടി ഇല്ലാതെ എത്ര കാലം നടക്കണോ നീ? ടുട്ടു എടവൻ സീരിയസ് എന്നാണ് നിനക്ക്. ഒരു സീരിയസ് വെട്ടാളിയന്മാരെ, നമ്മുടെ സ്നേഹം ഒരാൾക്ക് മാത്രമായിട്ട് കൊടുത്താൽ എങ്ങനെയാ ശരിയാവുക? അത് കുറച്ച് സ്നേഹയ്ക്കും കുറച്ച് സാറയ്ക്കും കുറച്ച് മഞ്ജുവിനും മിച്ചം വരുന്നത് പിന്നെ ജാസ്മിനെ അവളുടെ കൂട്ടുകാരിക്ക് കൊണ്ട് കൊടുക്കും. അതാകുമ്പോൾ ഒരു തീട്ടിട്ട് പോയാൽ മറ്റൊരുത്തി എന്തായാലും കാണും. അതന്നെ കാണും. ഇതൊരുമാതിരി ഒറ്റ പെണ്ണിനെ പ്രേമിച്ച് അത് മിണ്ടിയില്ല നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഒരുമാതിരി. എടാ, പ്രേമിക്കുമ്പോ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഇതൊരുമാതിരി ചുമ്മാ എന്തു കൂളേടാ നീ. ഇപ്പൊ ഞാൻ മാറിക്ക്. ഹൈറ്റും ഇല്ല എന്റെ. വിളിച്ചിട്ട് പോടാ. നീ ഒരു തിന്നാ ഇല്ല. ദേവന്റെ അടുത്തേക്കല്ലേ വയറിറച്ചി കിട്ടിക്കോളും. എന്റെ അമ്മാവനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. എടാ, നിന്റെ ഫോൺ അടിക്കുന്നു. അമ്മാവൻ, ഞാൻ എടുക്കട്ടെ? അവൻ എന്താന്നാ പറഞ്ഞ? വയറുവേദന. വയറുവേന. എനിക്കൊന്നാ മതി. എടാ നിനക്ക് അവനൊന്നും വിളിക്കാൻ പാടില്ലായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടാവും. വയറുവേദന നല്ല വേനുണ്ട്. ക്ലാസ് ഒക്കെ കട്ട് ചെയ്തില്ല. കട്ട് നോക്കടാ എത്ര ചിക്സാ നിനക്കറിയാം. മെനു ഒഴിവാക്കിക്കൂടെ? വേണ്ട. ആരെ? രാജേഷ്. രായിഷ. ആ, ഗുരു സൈഡ് സൈഡ് ഇന്ന ഗുരു. നിന്നെ കൊണ്ട് കാണും. പെണ്ണ് വിടറാ. രാജേഷ എവിടെ? രാജേഷ് എവിടെ? നീ ശരിക്കും കണ്ടാ? എടാ, ഞാൻ കണ്ടതാടാ. ഈ റോസാൻഡി ചാരുനാരാ? മമ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. അവരൊരുമിച്ചാ പഠിച്ചത്. പക്ഷെ കോളേജ് എഴുതുന്നതിന് മുമ്പേ ആന്റിയുടെ കല്യാണം കഴിഞ്ഞു. ഒളിച്ചോട്ടം. ഓ പിന്നെ പറച്ചില് കേട്ടാത്തൊന്നും ഇവളെ നടത്തി തന്നേന്ന്. ചായ കുടിക്ക. ഓ, ഞാനുണ്ടാക്കിയ ഉണ്ണിയപ്പാ, ഒന്ന് കഴിച്ചു നോക്കിയേ. പക്ഷെ ചെറുതാണല്ലോ. കഴി. കൊള്ളാവോ? അടിപൊളി. എന്നിട്ട് താടാ. നിന്റെ വയറുവേന എങ്ങനെയുണ്ട്? അത് 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 ഡോക്ടറെ കാണിച്ച് പോകേള്. എന്നിട്ട് അവർ നിനക്ക് മരുന്നൊന്നും തന്നില്ലേ? മരുന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അച്ചടാ, നല്ല ഡോക്ടർ. കാണിച്ചേ നോക്കട്ടെ. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞ? എന്ത്? എന്തിനാടാ? വയറ് നോക്കട്ടെ, കാണിച്ചേ. പെണ്ണുമായിട്ട് പോയി കിടന്ന് കൈ കിട്ടോടാ. ഇല്ല, നീ പിന്നെ നിനക്കൊന്നും എന്നെ അത്ര വിശ്വാസമില്ല. ഇല്ല, നീ കാര്യം പറ. ഞാനൊരു സർപ്രൈസ് തരായിരുന്നു. എന്നാ സർപ്രൈസ്? ഞാനും അവളും തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ളത്. ഏതാ അവള്? മറ്റേ പെണ്ണ്. ഏത് മറ്റേ? ആ ശനിയാഴ്ച മാത്രം ഫോൺ എടുക്കുന്ന പെണ്ണ. അവളിപ്പോ അങ്ങനെയൊന്നുമല്ല. അവൾ വിളിച്ചെടുക്കൊന്നുമില്ല. എടാ ഇത് മെഡിക്കൽ ഷോപ്പിലെ പെണ്ണല്ലേ? ചേട്ടേ, നീ അവളെ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെ വിളിച്ചേ. എന്നിട്ട് ഇപ്പം ഞാൻ അവളെ വിളിക്കാറൊന്നുമില്ല. വിളിപ്പം പറഞ്ഞെന്താ? എടാ കോപ്പേ, അവളാണെന്ന് ഞാൻ ഇവനോട് ചോദിച്ചതല്ലേ. നീ അവളെ വിളിച്ച് കുറുള കേസെന്ന് ഇവനറിയില്ലല്ലോ. അപ്പൊ അവളേതാ? ഏതവള്? ഇവന്റെ കൂടെ കണ്ട പെണ്ണ്. ഓ, ഒന്ന് നിർത്തണ്ടോ? നിങ്ങൾ ഈ പറയുന്ന പെണ്ണൊന്നും അല്ല ആ പെണ്ണ്. ഇത് ആ കോളേജിൽ കണ്ട കുട്ടി. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ ഇഷ്ടമൊന്നും അല്ല ഞങ്ങളുടെ ഇഷ്ടം. പിന്നെ എന്നാ ഇഷ്ടമാ? ഞങ്ങള് കല്യാണം കഴിക്കാൻ പോവാ. പെൺകോന്ത. അതിനവള് സമ്മതിച്ചാ? അവക്ക് സമ്മതമാ. ഞങ്ങൾ തമ്മിൽ മുടിഞ്ഞ പ്രേമത്തില്ല. ഇനി ആര് വിചാരിച്ചാലും ഞങ്ങളെ പിരിക്കാൻ പറ്റില്ല. നമ്പർ ഉണ്ടോ അവളുടെ? ഇല്ല. എന്തിനാ? വിളിക്കാനാ. അവന്റെ കയ്യിലുണ്ടോ? അവൻ തരാത്തതാ. നമ്പർ നോക്കണം. ഫോൺ ഫോൺ
അമ്മാവന്റെ call എടുക്കരുത്. ഇയാളെന്തിനാ എപ്പഴും അമ്മാവൻ- എടുത്ത് ജെല്ലി അടിച്ച്? അമ്മാവന്റെ call എടുക്കരുത്. അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞാ കേൾക്കാം. അമ്മ അങ്ങനെ എടുക്കടാ. രാജ അയ്യേ ഇതാ നിന്റെ അമ്മാവൻ. ഹലോ ഒന്നുമില്ല. നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒരു ക്യാമറ ഉണ്ടാവും കയ്യില്. ക്യാമറ ക്യാബറേ ക്യാമറ ഓൺ ഒപ്പിക്കാം. അതും കൊണ്ട് നാളെ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരൂ. എവിടെ? അതൊക്കെ നാളെ പറയാം. ആ. തല്ലരുത്, തല്ലരുത്. ഒരു ക്യാമറ ഒപ്പിച്ചു തരൂ.